വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും അറിയട്ടെ വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും പടരട്ടെ വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി അയക്കുന്ന തിരുവചനം അത്ഭുതങ്ങൾ ഉളവാക്കും വചനം അയക്കുന്ന തിരുവചനം അത്ഭുതങ്ങൾ ഉളവാക്കും വചനം വിശ്വാസമേകുന്ന തിരുവചനം മാംസമായി തീർന്നൊരു ദൈവവചനം വിശ്വാസമേകുന്ന തിരുവചനം മാംസമായി തീർന്നൊരു ദൈവവചനം വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി Hallelujah. Praise the Lord. കർത്താവായ യേശുവിൻ്റെ വലിയ നാമത്തിൽ പ്രിയ ദൈവജനമേ, നിങ്ങളെ എല്ലാവരെയും ഈ വചനാഗ്നി ശുശ്രൂഷയിലേക്ക്, ഈ കുടുംബ ധ്യാനത്തിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ ശുശ്രൂഷയിൽ പങ്കെടുത്ത് അത് നിങ്ങൾക്ക് ഒരു അനുഗ്രഹത്തിന് കാരണമാകട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ശുശ്രൂഷകളെ നമുക്ക് ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ, തകർന്ന കുടുംബ ജീവിതത്തിൽ, തകർന്ന ദാമ്പത്യ ജീവിതങ്ങളിൽ കർത്താവ് ഇടപെടട്ടെ, അത്ഭുതം പ്രവർത്തിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. കണ്ണുകളെ അടച്ച്, കർത്താവായ യേശുവേ, നിന്റെ കരങ്ങളിലേക്ക് എൻ്റെ മുൻപിലായിരിക്കുന്ന ഈ 10,000 പ്രത്യേകമായി സമർപ്പിക്കുകയാണ്. നിന്റെ കൃപ കൊണ്ട് ഇവരെ നിറയ്ക്കണമേ. ദമ്പതികളെ ഐക്യത്താൽ നിറയ്ക്കണമേ. സ്നേഹം കൊണ്ട് നിറയ്ക്കണമേ. പൊറുക്കുവാൻ, ക്ഷമിക്കാനുള്ള കൃപ ഇവരുടെ മേൽ വ്യാപരിക്കട്ടെ. ദൈവവചനം അനുസരിക്കുവാൻ, ദൈവഹിതത്തെ ഏറ്റെടുക്കുവാൻ പ്രിയ പരിശുദ്ധാത്മാവേ, ഇവരുടെ ജീവിതത്തിൽ അത്ഭുതത്തിൻ്റെ ക്രിയകൾ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ സ്നേഹം കൊണ്ട് ഇവരെ നിറയ്ക്കണമേ. ലോകം പറയുന്നതല്ല, നീ പറയുന്നതിന് 1-ാം സ്ഥാനം കൊടുക്കുവാനായിട്ട് നീ ഇവരെ അനുഗ്രഹിക്കണമേ. പ്രാർത്ഥന ഘടനായി സ്തോത്രം. പരിശുദ്ധ അമ്മേ, മാതാവേ, ഈ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി മധ്യസ്ഥം വഹിക്കണമേ. യേശുവിൻ്റെ വലിയ നാമത്തിൽ തന്നെ, ആമേൻ. വചനത്തിന്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കതിരുകൾ കൊയ്യാൻ പോകാം. വചനത്തിന്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കതിരുകൾ കൊയ്യാൻ പോകാം.
പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന ധ്യാന ചിന്ത ദാമ്പത്യ ജീവിതത്തിൽ ഭാര്യയുടെ സ്ഥാനം എന്ത് എന്നുള്ളതാണ്. ഓരോ കുടുംബ ജീവിതങ്ങളെയും ദൈവം അതിമനോഹരമായിട്ടാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഇത് ദൈവം സ്ഥാപിച്ച സ്ഥാപനമാണ് കുടുംബ ജീവിതം എന്ന് പറയുന്നത്. ദൈവത്താൽ സ്ഥാപിതമായ, ദൈവത്തിൻ്റെ നിയന്ത്രണത്തിൽ നടത്തപ്പെടുന്ന, ദൈവം പ്ലാൻ ചെയ്ത ദൈവത്തിൻ്റെ പദ്ധതിയാണ് കുടുംബം, ദാമ്പത്യ ജീവിതം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇതിന് ദൈവം സ്ഥാപിച്ചതായതുകൊണ്ട് ദൈവികമായ ചില സംവിധാനങ്ങൾ ഇതിനുണ്ട്. ദൈവികമായ ആത്മീകമായ ചില സ്ട്രക്ചറുകൾ ഇതിനുണ്ട്. ഇത് പൊട്ടിച്ചുകൊണ്ട് ആർക്കും തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല. എല്ലാ സ്ഥാപനങ്ങളിലും, ഗവൺമെന്റ് തലങ്ങളിൽ, അല്ലാത്ത സ്ഥലങ്ങളിൽ, എല്ലാ മേഖലകളിലും അവിടെ ഓർഡറുകളുണ്ട്. ഈ ഓർഡർ അവിടെ ക്രമീകരിക്കപ്പെട്ടിട്ടുള്ളത് കൊണ്ടാണ് കുഴപ്പമില്ലാതെ എല്ലാം മുന്നോട്ട് പോകുന്നത്. ഈ ഉപരിതലത്തിലേക്ക് നമ്മൾ നോക്കുക. ഈ പ്രപഞ്ചത്തിൽ കോടാനുകോടി നക്ഷത്രങ്ങൾ സ്ഥിതി ചെയ്യുന്നു. അനേകം ഗ്രഹങ്ങൾ സ്ഥിതി ചെയ്യുന്നു. എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റാത്ത വിധത്തിലുള്ള ഈ എല്ലാ സ്റ്റാറുകളും ഈ ഉപരിതലത്തിൽ കടന്ന്, ബ്രഹ്മപദത്തിൽ കടന്ന്, പ്രിയമുള്ളവരെ, ഇത് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിനെല്ലാം ദൈവം ഒരു ഓർഡർ നിശ്ചയിച്ചിട്ടുണ്ട്. സ്റ്റാർട്ട് ചെയ്യപ്പെട്ട, അത് സ്ഥാപിച്ച ഉൽപ്പത്തി മുതൽ ഇന്നേ വരെ ദൈവം കൊടുത്ത ആ റൂട്ട് അത് തെറ്റിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ദൈവസ്ഥാപിതമായത് ഇന്നും അത് നിലനിൽക്കുന്നത്. ഇതുപോലെ ദാമ്പത്യ ജീവിതത്തിൽ ദൈവം ഭർത്താക്കന്മാർക്കും ഭാര്യമാർക്കും ചില സ്ഥാനങ്ങൾ നൽകിയിട്ടുണ്ട്, ചില ഓർഡറുകൾ ഉണ്ട്. ഇത് ദൈവികമായ കാഴ്ചപ്പാടോടെ ദൈവത്തിൽ നിന്ന് നാം സ്നേഹപൂർവ്വം സ്വീകരിക്കുമ്പോൾ മാത്രമാണ് അത് ഭാരമല്ലാതായി നമുക്ക് മാറ്റപ്പെടുന്നത്. ദാമ്പത്യ ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ, ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ ഒരു സ്ത്രീക്കുള്ള സ്ഥാനം എന്താണ്? ഒരു സ്ത്രീയുടെ പൊസിഷൻ എന്താണ്? പല തലങ്ങളും നമുക്കിവിടെ പറയുവാനുണ്ടെങ്കിലും പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യം ഇന്ന് നമുക്ക് ചിന്തിക്കാം. ബാക്കി കാര്യങ്ങൾ പിന്നീട്. എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൽ 22-23 തിരുവചനങ്ങളിലൂടെ വിശുദ്ധ പൗലോസ്ലീഹ ഇങ്ങനെ ഓർമ്മപ്പെടുത്തുകയാണ്. അവിടെ ആദ്യമായി പറയുന്നത് സ്ത്രീകളോടാണ്. ഭാര്യമാരെ, നിങ്ങൾ കർത്താവിന് എന്നതുപോലെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. എന്തെന്നാൽ ക്രിസ്തു
തൻ്റെ ശരീരമായ സഭയുടെ ശിരസ്സായിരിക്കുന്നത് പോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസ്സാണ്. സഭയുടെ ശിരസ്സായി യേശു മാറ്റപ്പെട്ടിരിക്കുന്നത് പോലെ അതുപോലെ ഭാര്യ അല്ലെങ്കിൽ ഭാര്യയുടെ ശിരസ്സാണ് ഭർത്താവ് എന്ന് ഇവിടെ തിരുവചനം പഠിപ്പിക്കുകയാണ്. ഭാര്യയുടെ ശിരസ്സാണ് ഭർത്താവ്. ഭർത്താവിൻ്റെ ശിരസ് യേശുവും. ഹല്ലേലൂയ. അത് വളരെ ഓർഡർ. വിശുദ്ധ പൗലോസ്ലീഹ കൊരിന്തോസ് ലേഖനം 1 ലേഖനം 11 അധ്യായത്തിൽ 3 തിരുവചനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്: ഭാര്യയുടെ ശിരസ് ഭർത്താവും ഭർത്താവിൻ്റെ ശിരസ് യേശുവുമാകുന്നു. യേശുവിൻ്റെ ശിരസോ ദൈവവും. അപ്പോൾ ഭാര്യയുടെ ശിരസ് ഭർത്താവും ഭർത്താവിൻ്റെ ശിരസ് യേശുവും യേശുവിൻ്റെ ശിരസ് ദൈവവുമാണ്. ഇത് വലിയൊരു ഓർഡറാണ്. അപ്പൊ ദമ്പതികൾക്ക് വേണ്ടി സന്ദേശം എഴുതിയപ്പോൾ വിശുദ്ധ പൗലോസ്ലീഹ ആദ്യമായിട്ട് പറയുന്നത് ഭാര്യമാരോടാണ്. ഭാര്യമാരെ, കർത്താവിന് എന്നതുപോലെ നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. നമുക്കറിയാം, സ്ത്രീകൾ ഭക്തി കൂടുതലുള്ള ഒരു സമൂഹമാണ് സ്ത്രീകൾ എന്ന് പറയുന്നത്. പ്രാർത്ഥന കൂടുതലുള്ള സമൂഹമാണ് സ്ത്രീകൾ. അവർ കൂടുതൽ സമയം യേശുവേ യേശുവേ, കർത്താവേ, എൻ്റെ ദൈവമേ, എൻ്റെ കർത്താവേ എന്ന് വിളിച്ച് അവർ പ്രാർത്ഥിക്കുകയും കരയുകയും ദൈവത്തെ തൊട്ട് നമിക്കുകയും ദൈവ ആരാധന പ്രകടമായി തന്നെ കൂടുതലായിട്ടുള്ള സമൂഹമാണ് സ്ത്രീ സമൂഹം. തിരുവചനം പഠിപ്പിക്കുകയാണ്, കർത്താവിനെ നിങ്ങൾ എങ്ങനെ കാണുന്നു, കർത്താവിനെ നിങ്ങൾ എങ്ങനെ ബഹുമാനിക്കുന്നു, കർത്താവിന് നിങ്ങൾ എങ്ങനെ വിധേയപ്പെട്ട് നിൽക്കുന്നു, അതുപോലെ ഇന്ന് നിങ്ങളുടെ കുടുംബത്തിൽ ദൈവം നിനക്ക് കൂട്ടിച്ചേർത്ത് തന്ന നിന്റെ ഭർത്താവിന് നിങ്ങൾ വിധേയപ്പെടുവിൻ എന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത് ചിലപ്പോൾ നമുക്ക് സ്വീകരിക്കുവാൻ, നമുക്ക് അംഗീകരിക്കുവാൻ ശകലം ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കാം. പക്ഷെ തിരുവചനം പഠിപ്പിക്കുന്നു, കൃപ ലഭിച്ചവരല്ലാതെ ആരും ഈ ഉപദേശം സ്വീകരിക്കുന്നില്ല. ദൈവത്തിൻ്റെ കൃപയുള്ളവർക്ക് മാത്രമേ, പ്രിയമുള്ളവരെ, ഈ ഉപദേശം സ്വീകരിക്കാനോ ഈ ഉപദേശത്തിലുള്ള ആ വിധത്തിൽ ഒരു ദാമ്പത്യ കുടുംബ ജീവിതം നയിക്കാനോ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് എൻ്റെ മുൻപിലായിരിക്കുന്ന ഓരോ സഹോദരിമാരും ഓരോ ഭാര്യമാരും നിങ്ങൾ ഏറ്റവും വിധേയപ്പെട്ട് നിൽക്കേണ്ടത്, നിങ്ങൾക്ക് വിധേയത്വമുണ്ടാകേണ്ടത് ഭർത്താവിനോടാണ്. യേശു അദൃശ്യമായി നിൽക്കുകയാണ്. കർത്താവ് അദൃശ്യമായി നിൽക്കുന്ന യാഥാർത്ഥ്യമാണ്. ആ അദൃശ്യമായി നിൽക്കുന്ന ദൈവത്തോട് നിങ്ങൾക്ക് വലിയ ഭക്തിയാണ്, പ്രാർത്ഥനയാണ്, ആരാധനയാണ്. തിരുവചനം എന്താ പഠിപ്പിക്കുന്നത്? കർത്താവിന് എന്നതുപോലെ നിങ്ങൾ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വിധേയപ്പെടുവിൻ, ഭർത്താവിനെ അനുസരിക്കുവിൻ,
ഭർത്താവിനെ നിങ്ങൾ സ്നേഹിക്കുവിൻ എന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതിനെ തെറ്റായി നിങ്ങൾ ചിന്തിക്കരുത് എന്ന് പ്രത്യേകമായി ഞാൻ അപേക്ഷിക്കുകയാണ്. ഇത് അടിമത്തമല്ല. ഞാൻ അടിമയായി പോകും എന്ന് ചിന്തിക്കരുത്. അടിമത്തത്തിലോട്ട് പോകും, കാൽക്കീഴെ പോകും എന്ന് നമ്മൾ ചിന്തിക്കരുത്. അതും ഇതുമായിട്ടൊരു ബന്ധവുമില്ല. നിങ്ങൾക്കപ്പോഴും ക്രിസ്തുവിൽ ഭർത്താവിന് തുല്യമായ ഒരു സ്ഥാനം നിങ്ങൾക്കുണ്ട്. ഓരോ ഭാര്യയും ഭർത്താവും ക്രിസ്തുവിൻ്റെ മുമ്പിൽ തുല്യര. പക്ഷെ ഇവിടെ നിങ്ങൾ വിധേയത്വം കുടുംബത്തിൽ ഭർത്താവിനോട് കാണിക്കണം എന്നുള്ളത് ബൈബിൾ നമ്മളെ രേഖപ്പെടുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഭർത്താവിനെ സ്നേഹിക്കുവാൻ, ഭർത്താവിന് വിധേയരായിരിക്കുവാൻ, ഓരോ കാര്യങ്ങൾ അനുദിനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അത് ഭർത്താവും കൂടെ അറിഞ്ഞു ചെയ്യുവാൻ, ഭർത്താവിനെ കൂടെ അറിയിക്കുവാൻ, പറ്റുമെങ്കിൽ ഭർത്താവിനോട് ആലോചന ചോദിക്കുവാൻ, ഭർത്താവിനോട് ചോദിച്ചിട്ടൊരു കാര്യം ചെയ്യുവാൻ, ഭർത്താവിനോട് കൂടെ പറഞ്ഞിട്ട് ആ കാര്യത്തിൽ തീരുമാനമെടുക്കുവാൻ, ഇതൊക്കെയാണ് നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം. കുടുംബജീവിതത്തിൽ പ്രിയമുള്ളവരെ, നിങ്ങൾ കൈകൊണ്ട് ചലിക്കണമെങ്കിൽ, ഒരു പുസ്തകം എടുക്കണമെങ്കിൽ, ഒരു ബാഗ് എടുക്കണമെങ്കിൽ, പല്ല് തേയ്ക്കണമെങ്കിൽ, ഇതെല്ലാം കൈയാണ് ചെയ്യുന്നത്. എങ്കിലും കൈക്കൊരു നിർദ്ദേശം കിട്ടണം. തലയിൽ നിന്ന് ഒരു നിർദ്ദേശം കിട്ടുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ഏത് കാര്യവും പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരാൻ പറ്റുന്നത്. ഓർഡർ തലയിൽ നിന്നാണ് വരുന്നത്. ഇതുപോലെ ഒരു ഭാര്യയുടെ ശിരസ് എന്ന് പറയുന്നത് സ്പിരിച്വലായിട്ട്, ആത്മീയമായി അവൾ ഒറ്റയ്ക്ക് സ്വന്തമായ ഒരു തീരുമാനമുണ്ടാകാൻ പാടില്ല. കുടുംബജീവിതത്തിൽ ഭാര്യയും ഭർത്താവും രണ്ടല്ല, അവരൊന്നാണ്. ഒരേ ശരീരമാണ്. അതുകൊണ്ട് ഭർത്താവിനെ മാറ്റിവെച്ച്, ഭർത്താവിനെ മൈൻഡ് ചെയ്യാതെ സ്വന്തം തീരുമാനമെടുത്ത് പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവന്ന് ജീവിക്കുവാൻ, കുടുംബജീവിതം നയിക്കുവാൻ ഒരു ഭാര്യമാരെയും ദൈവം അനുവദിച്ചിട്ടില്ല. ഇത് കർത്താവിൻ്റെ നിയമമാണ്, കർത്താവിൻ്റെ ഓർഡറാണ്. അതുകൊണ്ട് ഭാര്യയുടെ ശിരസ് എന്ന് പറയുന്നത് ഭർത്താവാണ്. ശിരസ് അറിയാതെ, ശിരസിൻ്റെ അനുവാദമില്ലാതെ, ശിരസ് കൽപ്പിക്കാതെ സ്വന്തമായ ഒരു തീരുമാനമോ സ്വന്തമായ ഒരു പ്രവൃത്തിയോ ഒന്നും പ്രിയമുള്ള സഹോദരിമാരെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ മുന്നോട്ട് പോയാൽ വലിയ തകർച്ചകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. തിരുവചനം എന്താ പഠിപ്പിക്കുന്നത്? സഭയോടും ക്രിസ്തുവിനോടും ബന്ധപ്പെടുത്തിയാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് എന്ന് പൗലോസ്ലീഹ പറയുക. സഭയോടും, സഭയും ക്രിസ്തുവും എങ്ങനെ ഇഴുകിച്ചേർന്ന് നിൽക്കുന്നു, അതുപോലെ ഒരു ബന്ധമാണ് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത്. സഭയുടെ ശിരസ്സാണ് ക്രിസ്തു എന്ന് പറയുന്നത്. ക്രിസ്തുവിന്റെ ശരീരമാണ് സഭ. അപ്പൊ സഭ ക്രിസ്തുവിന് എങ്ങനെ വിധേയപ്പെട്ടു നിൽക്കുന്നു, അതുപോലെയാണ് കുടുംബത്തിൽ, ഭവനത്തിൽ ഭാര്യമാർ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. ഇവിടെ അടിമത്തത്തിൻ്റെ പ്രശ്നമില്ല, സ്വാതന്ത്ര്യത്തിൻ്റെ പ്രശ്നമില്ല. ഇവിടെ ഞാൻ വലുത് അവൻ വലുത് എന്നുള്ള ഒന്നുമില്ല. ഇവിടെ സ്നേഹത്തിൽ, ഐക്യത്തിൽ, ഒരുമയിൽ, ഏക മനസ്സോടെ ആണ് രണ്ടുപേരും ഒന്നിച്ച് മുന്നോട്ട് പോകുന്നത്. ഭർത്താവിനെ സ്നേഹിച്ച്, ഒപ്പം നിങ്ങളുടെ ശിരസ്സാണ് ഭർത്താവ് എന്നുള്ള ആ വില ഭർത്താവിന് കൊടുത്തുകൊണ്ട്
ഭർത്താവിനെ ഭർത്താവായിട്ട് അംഗീകരിച്ചുകൊണ്ട്, കർത്താവിൻ്റെ സ്ഥാനത്ത് ഭർത്താവിനെ കണ്ടുകൊണ്ട്, അദ്ദേഹത്തിൻ്റെ ഇഷ്ടങ്ങൾക്ക്, ചിന്തകൾക്ക്, ആശയങ്ങൾക്ക് വിധേയത്വം കൊടുത്തുകൊണ്ട് ഏത് കാര്യങ്ങളിലും ഭർത്താവിനോട് ആലോചന ചോദിച്ച് നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ, ഭർത്താവിനെ സ്നേഹിക്കുമ്പോൾ ആ കുടുംബം അനുഗ്രഹിക്കപ്പെടും. ഏതൊരു ഭർത്താവും ആഗ്രഹിക്കുന്നൊരു കാര്യം ഭാര്യ തന്നെ അനുസരിക്കണം എന്നുള്ളതാണ്. ഭാര്യ എന്നെ അനുസരിക്കണം. വലിയ വലിയ കാര്യങ്ങളിലൊന്നും ആയിരിക്കില്ല, ചെറിയ കാര്യമായിക്കോട്ടെ, തന്നെ അനുസരിക്കുന്ന, ഏത് കാര്യങ്ങളിലും തന്നെ അനുസരിക്കുന്ന ഒരു ഭാര്യ, ആ ഭാര്യയാണ് ഏത് ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ ഏറ്റവും വലിയ ആഗ്രഹം, വലിയ സ്വപ്നം എന്ന് പറയുന്നത്. ഭാര്യമാർക്ക് എത്രമാത്രം ശമ്പളമുണ്ടെന്ന് വിചാരിക്കുക. ഭർത്താവിൻ്റെ ഇരട്ടി ശമ്പളമുണ്ടെങ്കിലും, നീ ബഹുസുന്ദരിയാണെങ്കിലും, കുടുംബത്തിൽ, ദാമ്പത്യ ജീവിതത്തിൽ ആ ഭർത്താവിനെ നിങ്ങൾ അനുസരിക്കാതിരിക്കുമ്പോൾ, ബഹുമാനിക്കാതിരിക്കുമ്പോൾ, കുടുംബത്തിൽ ഭർത്താവിന് ഭർത്താവിന് മുമ്പിൽ വിധേയത്വമില്ലാതിരിക്കുമ്പോൾ, ആ ഭർത്താവിനെ സംബന്ധിച്ചോളം അദ്ദേഹം ഒരു സീറോയാണ്. അവിടെ ദാമ്പത്യ പ്രശ്നങ്ങളുണ്ടാകും. അതിനാൽ ഈ ശബ്ദം കേൾക്കുന്ന പ്രിയ സഹോദരിമാരെ, ഭാര്യമാരെ, കർത്താവിന് നിങ്ങൾ എങ്ങനെ വിധേയപ്പെടുന്നു അതുപോലെ നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ ഭർത്താവിന് വിധേയപ്പെടാം, ഭർത്താവിനെ സ്നേഹിക്കാം, ഭർത്താവിനെ അനുസരിക്കാം. അങ്ങനെ വിശുദ്ധ പൗലോസ്ലീഹ പറഞ്ഞതുപോലെ ഉത്തമമായ ഒരു കുടുംബ ജീവിതം നയിക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ദൈവം നിങ്ങളെ സഹായിക്കും. നിങ്ങൾ പ്രാർത്ഥന, അതിനാണ് കൃപ തരും. കൃപ ലഭിച്ചവർക്ക് മാത്രമേ നല്ല ഒരു ദാമ്പത്യ ജീവിതം, കുടുംബ ജീവിതം നയിക്കുവാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾ പ്രാർത്ഥന, ദൈവമേ നിന്റെ കൃപ കൊണ്ട് എന്നെ നിറയ്ക്കണമേ, നിന്റെ കൃപ എനിക്ക് ആവശ്യമാണ് ഈശോയെ, എൻ്റെ കൃപ നിനക്ക് മതി എന്ന് യേശു പൗലോസ്ലീഹ പറഞ്ഞില്ലേ? കർത്താവിൻ്റെ കൃപയുണ്ടെങ്കിൽ നല്ലൊരു ജീവിതം നയിക്കുവാൻ സാധിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹത്യാഗത്തെ. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ. എല്ലാ മക്കളും, പ്രിയമുള്ളവരെ, കുടുംബത്തെ സ്ഥാപിച്ച ആ പരമപിതാവായ ദൈവത്തിൻ്റെ പക്കലേക്ക് നിങ്ങളെയും നിങ്ങളുടെ ജീവിത പങ്കാളിയെയും കൃത്യമായി സമർപ്പിക്കുക. ഭർത്താവിനെ ഉൾക്കൊള്ളുവാൻ, ഭർത്താവിനെ സ്നേഹിക്കുവാൻ, ഭർത്താവിനെ അനുസരിക്കുവാൻ, എല്ലാ കാര്യങ്ങളിലും ഭർത്താവിന് വിധേയപ്പെട്ട് തീരുമാനങ്ങൾ എടുക്കുവാൻ, കർത്താവിന് എന്നതുപോലെ ഭർത്താവിന് വിധേയപ്പെട്ട് ഭർത്താവിനെ സ്നേഹിക്കാൻ കൃപ തരണമേന്ന് പ്രാർത്ഥിക്കാം. ദൈവം നിനക്ക് കൃപ തരും. അത്യുന്നതന്റെ ശക്തി നിങ്ങളുടെ മേൽ കടന്നു വരുമ്പോൾ നിങ്ങളുടെ ബുദ്ധിക്കതീതമായ അത്ഭുതകരമായ ക്രിയകൾ ഈ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യും. ഞങ്ങളുടെ കുടുംബത്തിലുള്ള ഭിന്നതകളെ എടുത്തു മാറ്റണമേ. ഒന്ന് പറഞ്ഞു, രണ്ട് പറഞ്ഞു, എപ്പോഴും പ്രശ്നങ്ങളാണ്, പ്രതിസന്ധികളാണ്, ഭിന്നതയാണ്, അഭിപ്രായ വ്യത്യാസങ്ങളാണ്, താന്നു കൊടുക്കാൻ പറ്റാത്ത അവസ്ഥകളുണ്ട്. കർത്താവേ, കരുണ തോന്നണമേ, കൃപ തരണമേ, നിന്റെ വചനത്തെ അനുസരിക്കുവാൻ. കർത്താവേ, കൃപ തരണമേ. അങ്ങനെ നീ നൽകിയ ഓർഡർ അനുസരിച്ച്, നിന്റെ ക്രമീകരണം എങ്ങനെയാണോ ആ ക്രമീകരണം അനുസരിച്ച്
ദാമ്പത്യ ജീവിതത്തിന്റെ ആ മാധുര്യം അനുഭവിക്കുവാൻ എന്നെ നീ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ ജീവിത പങ്കാളി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഈ ഇരു കരങ്ങളെയും ഉയർത്തി എല്ലാ മക്കളും സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ യേശുവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാ മക്കളുടെ മേലും കർത്താവേ 10,000 മേലും നിന്റെ അഭിഷേകം വ്യാപരിക്കട്ടെ. ഓരോ കുടുംബങ്ങളുടെ മേലും ദമ്പതികളുടെ മേലെ ഐക്യത്തിന്റെ സ്നേഹത്തിന്റെ ആത്മാവ് വ്യാപരിക്കട്ടെ. ഭിന്നതകൾ മാറട്ടെ കർത്താവേ, എതിർ ശക്തികൾ മാറട്ടെ പ്രാർത്ഥിക്കുന്നു. ഇവരുടെ കുടുംബജീവിതം തകർക്കുന്ന അന്ധകാര ശക്തികൾ യേശു നാമത്തിൽ വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപയാൽ നിറയട്ടെ കർത്താവേ. താങ്ങു നിന്നു കൊടുക്കുവാൻ, എളിമപ്പെടുവാൻ, വിധേയപ്പെടുവാൻ, അനുസരിക്കുന്ന ഒരു അനുസരണത്തിന്റെ ആത്മാവിന് ഇവിടെ മേൽ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ. നിന്റെ കൃപ ഈ മക്കളുടെ മേൽ നിറയട്ടെ, ഓരോ ഭാര്യമാരുടെ മേൽ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ദൈവകൃപയാൽ നിറയട്ടെ, സമാധാനം കൊണ്ട് നിറയട്ടെ, സന്തോഷം കൊണ്ട് നിറയട്ടെ. ഓ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ അമ്മേ, ദൈവവചനത്തിന് മുമ്പ് താന്ന് നിന്നു കൊടുത്ത പരിശുദ്ധ അമ്മേ, ഈ മക്കളെ ഓരോരുത്തരെയും, പ്രത്യേകിച്ച് ഭാര്യമാരെ ഓരോരുത്തരെയും അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് സമർപ്പിക്കുകയാണ്. അമ്മയുടെ ഉള്ളിൽ നിറഞ്ഞ ആ കൃപ ഇവരുടെ മേൽ ഒഴുകുവാൻ അമ്മ പ്രത്യേകമായി നന്ദി സമർപ്പിക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, അടുത്തയാഴ്ച ഭർത്താക്കന്മാർക്ക് വേണ്ടിയുള്ള സന്ദേശമാണ്. നിങ്ങൾ പ്രത്യേകമായി നിങ്ങളുടെ ഭർത്താക്കന്മാരെ ഒരുക്കി ഒന്നിച്ച് ഈ വചനം കേൾക്കുവാൻ പ്രത്യേകമായി താല്പര്യം കാണിക്കുക. ഗാഡ് ബ്ലസ് യു. ആമേൻ. നമ്മുടെ നാഥൻ ഒലിവുമലയിൽ അന്ന് നൽകിയ മിഷൻ ദൂത് തലമുറ തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ ഘോഷിക്കും, കെടാതെ ഞങ്ങൾ